ബ്രാഹ്മണ സമിതികൾ ഭരിക്കുന്ന ടെമ്പിൾ സ്റ്റേറ്റ്സ് അഥവാ ക്ഷേത്ര രാജ്യങ്ങൾ ഉയർന്നു. അത്തരം ചില പ്രധാനപ്പെട്ട ക്ഷേത്ര രാജ്യങ്ങളിലൊന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും, ഇരിങ്ങാലക്കുട ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളും, അതുപോലെ തന്നെ ഇണ്ടന്തുരുത്തി മനയുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രവും ഒക്കെ ഇത്തരം ടെമ്പിൾ സ്റ്റേറ്റുകളായിരുന്നു. ക്ഷേത്ര രാജ്യങ്ങളെന്ന് നമ്മൾ ചരിത്രത്തിൽ പറയുകയും പാരമ്പര്യമായി ഇവയെ സങ്കേതങ്ങൾ എന്ന് പറയുകയും ചെയ്തു. ഈ സങ്കേതങ്ങളുടെ ഭരണാധികാരം ഒരു ഊരാള സഭ എന്ന് പറയുന്ന ബ്രാഹ്മണ സമിതിക്കായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് 8.5 യോഗം പോറ്റിമാരാണ്. നമ്മൾ തിരുവല്ല അതുപോലെ ഒരു സങ്കേതമായിരുന്നു. ആ സങ്കേതത്തിൻ്റെ ഭരണകർത്താക്കൾ 10 പോറ്റിമാരായിരുന്നു. അതുപോലെ തൃശ്ശൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റേത് യോഗാതിരിമാരായിരുന്നു. ഏറ്റുമാനൂരിലേത് 8 പോറ്റിമാരായിരുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണ സഭകളാണ് ഇതിൻ്റെ നിയന്ത്രണം നടത്തിയിരുന്നതും ഭരണം നടത്തിയിരുന്നതും. ഇതിൻ്റെ സർവ്വ അവകാശങ്ങളും അവരിൽ നിക്ഷിപ്തമായിരുന്നു.